ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഞാനും ഏട്ടനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. കൊടുങ്ങല്ലൂർക്ക് പോകണവർക്ക് അറിയാം കേട്ടോ, പോണതിനെ കുറിച്ചുള്ള കാര്യങ്ങളല്ലാതും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മൂപ്പുണ്ട്, നമ്മളെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവരെ കൂടെയാണ് പോണ സുബ്രേട്ടൻ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അവരെ വീട്ടിലാണ് ഇതിൻ്റെ പൂജയൊക്കെ നടത്തുന്നത്, അവരെ വീട്ടിലാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലൊരു വെച്ചു കൊടുക്കൽ മാത്രം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു, ഏട്ടൻ്റെ കൂട്ടുകാരെയും അങ്ങനെ, പിന്നെ നമ്മളെ ഫാമിലി ആയിട്ടുള്ള എല്ലാവരും. അവിലും നെയ്യപ്പവും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി വെച്ചാൽ നമുക്ക് നാടൻ കോഴിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏടത്തിയമ്മയും ഞാനും ഏട്ടനുമാണ് കേട്ടോ പോകണുള്ളത്. വേറെ ആരും പോരുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് അത്ര ആൾക്കാരേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തു കൂടെ എല്ലാ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയൊക്കെ അതാ കഴിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു 9 മണിയാകുമ്പോഴത്തേനും അങ്ങോട്ട് എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെ വീട് ഇവിടെ നിന്ന് കുറച്ചും കൂടിയാണ് പോകണം കേട്ടോ. നമ്മൾ മൂപ്പൻ എന്ന് പറഞ്ഞ ആളെ വീട്. അപ്പോൾ അവിടേക്ക് 9 മണിയാകുമ്പോഴത്തേനും എത്തണം. അവിടെ നിന്ന് ഒരു 9:30 ആകുമ്പോൾ നമുക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവിടെ അരിയും പൂവൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. അത് ചേച്ചിയും അനിയത്തിയൊക്കെയാണ് കേട്ടോ. സമയം അപ്പത്തിന് 8 മണി 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ 2 പേരും പോരുന്നില്ല കേട്ടോ. അവരില്ലാതെ ഇതേമാതിരി ഇങ്ങനെ വലിയ ലോങ് ആയിട്ടുള്ള ട്രിപ്പൊന്നും പോയിട്ടില്ല കേട്ടോ. ഒരു ദിവസമൊക്കെ പോയി വരിക എന്നല്ലാതെ ഇങ്ങനെ 2-3 ദിവസമൊന്നും മാറി നിന്നിട്ടില്ല. ഏട്ടൻ്റെ കുട്ടിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. അവൾ നല്ല കരയുന്നു കേട്ടോ. ഏട്ടത്തിമ്മേനെ വിട്ട് പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവർക്ക് പിന്നെ അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോകാനുള്ളത് മാമയും അമ്മയൊക്കെ വന്നാണ്ട് ഇത് അരിയും പൂവൊക്കെ എടുത്ത് തരേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ചുറ്റി കറങ്ങി. ആദ്യമായിട്ടാണ് ഞാനും എടുത്തമ്മയൊക്കെ, ഏട്ടൻ കഴിഞ്ഞ തവണ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോണവർക്കൊക്കെ അറിയാം, ഇങ്ങനെ അരിയും പൂവൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിനി പോണ നേരെ പൊട്ടിക്കല്ലാണ് കേട്ടോ. അപ്പോൾ അവിടെ മൂപ്പൻ്റെ വീട്ടിലേക്കാണ്, സുബ്രേട്ടൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അവിടെ ഇതേമാതിരി അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ കൊടുങ്ങല്ലൂർക്കുള്ള പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെ പോവുകയാണ് കേട്ടോ. വണ്ടിയിൽ കയറി പോവുകയാണ്. അവിടെ നിന്ന് ഇതാ ഇങ്ങനെ ഒരു ട്രാവലർ വിളിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ. അപ്പം തന്നെ നല്ല തിരക്കാണ് കേട്ടോ. സമയം 2:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ നല്ല തിരക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യൂ നിൽക്കണം. നമ്മളിതാ ഗുരുവായൂരിലൊക്കെ നിൽക്കണ മാതിരിയൊക്കെ ക്യൂ നിൽക്കണം. എന്തായാലും അമ്മേൻ്റെ ഒരു കടാക്ഷം കൊണ്ട് നമ്മളിതാ ക്യൂ ഒക്കെ പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. 7 മണി 7:30 ഞങ്ങളിതാ തൊഴുകലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ വന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ട് തൊഴുകലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞു. എന്തായാലും ഇത്തവണ നമ്മളെ അമ്മ കടാക്ഷിച്ച് തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ അതാ കോഴിക്കല്ല് മുടലാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് കേട്ടോ. കുറേ നേരം അവിടെയൊക്കെ നിന്ന് കണ്ട് പിന്നെ ഇപ്പുറത്തു കൂടെയൊക്കെ കുറേ പ്രദക്ഷിണം വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പോയി ഇതാ ഞങ്ങൾ എല്ലായിടത്തും തൊഴുത് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം. അപ്പോൾ അതാ പോണ വഴിക്കലൊക്കെ കണ്ടോ, അതേമാതിരി ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ വരികയാണ് കേട്ടോ. കാണുമ്പോൾ പേടിയാവും കേട്ടോ. ഓരോ നാട്ടിൽ നിന്നാണ് കേട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ വരെ ഇതേമാതിരി വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞങ്ങൾ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയിട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് അവിടെ ഞങ്ങളൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമല്ല, ചെല്ലണ എല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ. റൂം എടുക്കണവരും ഉണ്ട്. അപ്പോൾ റൂം കിട്ടാത്തവരൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ റൂം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം ബുക്ക് ചെയ്തിട്ടാലേ അടുത്ത പ്രാവശ്യത്തേക്ക് പിന്നെ നമുക്ക് റൂം കിട്ടുള്ളൂ. ചോറും മീൻകറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒക്കെ സുബ്രേട്ടൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളൊക്കെ കുളിക്കാൻ പോയിട്ടോ. കുളിച്ച് വന്നിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ.
അങ്ങനെ കുളിക്ക് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചോറുണ്ണാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ മാത്രമല്ല, കുറേ നാട്ടിൽ നിന്ന് ഇതേമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ ഇതേമാതിരി വണ്ടി നിർത്തി ഇങ്ങനെ എന്തെങ്കിലും ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ടിട്ട് അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി അങ്ങനെ കഴിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോ തൊടിയിലാണ് കേട്ടോ. അപ്പോൾ ഒന്നും പറയണില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ നടക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതാ എല്ലാ ഫുഡൊക്കെ കഴിച്ച് ചോറിനലൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഉറങ്ങി എണീറ്റു കേട്ടോ. ഉറങ്ങി എണീറ്റതാ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സുബ്രേട്ടൻ കാപ്പിയൊക്കെ കുടിക്കുകയാണ്. ഞങ്ങൾ കുറേ യാത്രകൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് കേട്ടോ. എന്താ പറയുക വെച്ചാൽ നമ്മൾ പോണതൊക്കെ ഇങ്ങനെ വീടുകളൊക്കെ എടുത്ത് ഇങ്ങനെ റൂമൊക്കെ എടുത്തിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ ഒരു യാത്രയല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഒരു യാത്ര ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു നമുക്കൊന്ന് കായൽ വരെ പോയാലോ, ഇവിടെ അടുത്ത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഒന്ന് പോയിട്ടോ. അപ്പോൾ അടുത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, നല്ല ഒഴുക്കൊക്കെയാണ്. അപ്പോൾ അവിടെ അവർ പറഞ്ഞു നല്ല തിക്കായിട്ട് വരികയാണ്, അപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അതിലൊന്നും പോയില്ല. ഏതായാലും ഫോട്ടോ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ വൈകുന്നേരമായി ഫുഡ് ഉണ്ടാക്കണം കേട്ടോ. അവർ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാ ലേഡീസൊക്കെ വണ്ടിയിലാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ പുറത്തും കിടന്നേ. പിറ്റേ ദിവസം രാവിലെ ഇതേമാതിരി അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ ഒരു കോമരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വാളും ചിലമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതാ അമ്പലത്തിലോട്ട് അങ്ങോട്ട് ആക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പിന്നെ വണ്ടീൻ്റെ അടുത്തിലോട്ട് പോരുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്നാൽ വെച്ച് പൂജ ഉണ്ട് കേട്ടോ. അപ്പത്തിന് അവിടേക്ക് പോയി അവിടെ ഇതേമാതിരി കുറേ നമ്മളെ ഇവരെക്കാട്ടിലൊക്കെ ഈ സുബ്രേട്ടനെക്കാട്ടിലൊക്കെ മുതിർന്ന മൂപ്പന്മാരുണ്ടാവും കേട്ടോ. അപ്പോൾ അവരെ കൂട്ടത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോവുക. അപ്പോൾ അവിടെ പോയിട്ട് ഇതേമാതിരി അരിയും പൂവൊക്കെ ഇടാണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അരിയും പൂവൊക്കെ ഇട്ട് അവിടെ നിന്നൊരു പ്രസാദം തരും. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെയും നമ്മളിതാ വണ്ടീൻ്റെ അടുത്തേക്ക് പോയിട്ടാണ്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണതിൻ്റെ പുറപ്പാടാണ് കേട്ടോ. എല്ലാവരും കൂടിയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കണേ. ചോറ് വന്നതിന് ശേഷം ഞങ്ങൾ കഴിക്കുകയാണ്. പാത്രം കുറവായ കാരണം ഒന്നിലാണ് കഴിക്കണത്. അപ്പോൾ ഇനിയും 3 മണിയൊക്കെ ആകുമ്പോൾ ഇനിയും നമ്മൾ മൂപ്പന്മാരുടെ അടുത്തേക്ക് വേണം. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ പോവുക. അച്ഛൻ മൊഴിയുന്നു നീച്ചെന്ന് തൈത്തനെ കൊന്നിട്ട് പോന്നിട്ടാണ് കൂട്ടിന് ഭൂതഗണങ്ങളുണ്ട്. അച്ഛന്റെ കൂട്ടരും വന്ന് പടനിരന്ന് 4 മണിക്കാണ് കാവതുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മളെല്ലാവരും അവിടെ എത്തണം. അപ്പോൾ ഓരോ ഭാഗത്തുനിന്ന് ഇതേമാതിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. പല ദിക്കുന്നു ഇതേമാതിരി കോമരന്മാർ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. കോടിക്കണക്കിനുണ്ട് ആൾക്കാർ. നമ്മൾ ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് കിട്ടാൻ കുറച്ച് പാടാണ്. അത്ര ജനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരേ ഭാഗത്ത് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ തറുണ്ട്. അപ്പം അങ്ങനെ ആ ഭാഗത്തായിട്ട് അങ്ങനെ നിൽക്കേണ്ട ചെയ്യുക. ഇതാണ് കാവത്തുണ്ടൽ. 4 മണിയോട് കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വല്ലാത്തൊരു തിരക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നോർമലായിട്ടാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ വരുന്നത്. 5:30-6 മണിയോട് കൂടിയൊക്കെ പുറത്തേക്ക് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് പൊരിയൊക്കെ വാങ്ങി വണ്ടീൻ്റെ അടുത്തിലോട്ട് പോവാണ് കേട്ടോ. വണ്ടി കണ്ട അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാണ്. ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. വണ്ടിയിലൊക്കെ കയറി ഇരുട്ടായി തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ പടക്കക്കടയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹോട്ടലിൽ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ അവർ നമ്മളിറക്കി അവർ പോവുകയാണ് കേട്ടോ. അമ്മേൻ്റെ അടുത്തൊന്ന് ചെന്ന് കാണണം ഈ ദിവസം തന്നെയെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഏതായാലും അമ്മ സാധിച്ചു തന്നു.
അപ്പോൾ ഈ ഒരു യാത്ര മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തി, ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. മക്കളെ വിളിക്കാനുണ്ട്, അപ്പോൾ അനിയത്തിയൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ടാറ്റാ ബായ്.